മോളെ ട്യൂഷന് പോയിട്ട് വേഗം വീട്ടിലെത്തിക്കോണേ കേട്ടോ. മോളെ 2 മാസത്തേക്ക് അവധി എടുത്തോണേ, ഫീസ് ലാഭിക്കാലോ. പോയിട്ട് ഓ ഈ വെള്ളക്കെട്ടിൽ തന്നെ ഇറങ്ങണമല്ലോ. എന്നെ പിടിച്ചോണേ, സൂക്ഷിച്ചു. ആദ്യം എന്നെ പിടിക്ക്. അതെ കടവത്തിപ്പോ തോണി ഉണ്ടാവോ? തോണിയിലേ പേടിക്കണ്ടടി, നിന്നെ കൊണ്ട് ഞാൻ നീന്തും. വിശ്വസിക്കരുത് ചേച്ചി, രണ്ടിനെ വിശ്വസിക്കരുത്. ആര് വിശ്വസിച്ചു മോളെ? എനിക്ക് വിശ്വാസം എന്റെ ബാലമമ്മയെ മാത്രമേ ഉള്ളൂ. അപ്പൊ അരവിന്ദേട്ടനോ? ആ പറയേച്ചി, അരവിന്ദേട്ടന് വിശ്വാസമില്ല ചേച്ചിക്ക്? വിശ്വാസം ഉണ്ട്. നീ ചെല്ലു, ട്യൂഷൻ ശരി ശരി. നിങ്ങളുടെ അളിയനെ നിങ്ങളെ കൈവെക്കുന്ന ഞാൻ വിചാരിച്ചത്. ആര്? ബാലമാഷോ? ആ വിവരം അറിയും. നിങ്ങളോ? ഞാനല്ല, ബാലമാഷ്. എന്റെ സ്വഭാവം അറിഞ്ഞൂടാത്തോണ്ട ഇങ്ങനെയിട്ട് തുണയാതൊന്ന് സ്പീഡിൽ പോ. രാവിലെ ഒന്നും കേറ്റിയില്ലയോ? പതുക്കെ ഇട്ട് തുണഞ്ഞോളും. ആ ബാബുക്കുട്ടന് നിങ്ങളും കാരണ ഞാനൂടെ കെട്ടിയൊരുങ്ങി വന്നത്. എന്നെ വേഷം കെട്ടിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമില്ലായിരുന്നു. ഇനി അവിടെ പോകാൻ കാണണ്ടേ? എത്രയൊക്കെ വരണ്ടെന്ന് വിചാരിച്ചാലും അവസാനം വന്നു പോകും. നിങ്ങൾക്കറിയാലോ അവള് ആ ഹേമ. അവളെ കാണുമ്പോ എനിക്ക് ചൊറിഞ്ഞു. നീ ഒന്ന് അടങ്ങ്. ഇനി പറഞ്ഞിട്ടെന്താ? ആ ആരെയും കാണുന്നില്ലല്ലോ. നമ്മളെ കണ്ടാണ്. അല്ല ഇപ്പൊ താലപ്പൊലി എടുത്ത് നിൽക്കും. ഓ, എനിക്ക് ഈ വീട് കാണുമ്പോ തന്നെ കാലിന്ന് പെരുത്തങ്ങോട്ട് കയറും. എന്ത് വെള്ളമാണ് ഇവിടെ നിന്ന് നമ്മൾ അടിച്ചിറക്കി വല്ലതും വിടൂടി. അതെ നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എനിക്കെന്താടി ഒരു കുഴപ്പം? അയ്യോ ഒരു കുഴപ്പോ ഇല്ല. നിങ്ങൾ സൂക്ഷ്യം കണ്ടുമൊക്കെ ഒന്ന് സംസാരിച്ചാ മതി. അതെ മനുഷ്യ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മര്യാദക്ക് കാര്യങ്ങൾ സംസാരിക്കണം. ഓ, അവരെ കാണുമ്പോ തന്നെ എനിക്ക് കാലിന്ന് വിറഞ്ഞങ്ങ് കേറും. കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിന്നോളാം. അങ്ങനെ നിന്നാ കൊള്ളാം. ആ, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. നീ ഒന്ന് വിളിച്ചോ. ഞാനോ? നിങ്ങൾ ഞാനോ? ഞാൻ വിളിച്ചു ശരിയാവില്ല. മാഷേ നീ വിളിക്ക. മാഷേ. ആഹാ, ഇതാരൊക്കെയാ? വിരുന്നുകാരുണ്ടല്ലോ. വിശേഷം വല്ലതും ഉണ്ടോ? മാഷില്ലേ? ആ അവിടെ 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 നിന്നാ മതി. ആ അല്ല, ഞങ്ങള് മാഷിനെ കാണാനാ വന്നത്. എങ്ങനെ മാഷോ? ഷോ, ഇത്രയും നാളും അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ വെളിയും പറിച്ചിലും ഒക്കെ. അയ്യോ, ഇത് കണ്ടോ? അതിഥികൾ വന്നിട്ടുണ്ടേ. എന്താ ചാന്തപ്പ, അടുത്ത അടവായിട്ട് ഇറങ്ങിയിരിക്കണോ? അല്ല, അത് ചോദിക്കാനുണ്ടോ? അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ശരിയാ. സ്വന്തം മകളുടെ ജാതകം മാറ്റി എഴുതുന്നതാണോ അബദ്ധം? അതെ, അതിന് കാരണക്കാരൻ എവനാ. ഞാനോ? അല്ല, ഞാനെന്ത് ചെയ്തു? പിന്നല്ലാതെ കള്ളക്കേസ് ഉണ്ടാക്കി ബാബുക്കുട്ടന്റെ ചാരുവിന്റെ വിവാഹ നിശ്ചയം മുടക്കിയില്ലേ? അപ്പോ ബാലമാഷ് നിശ്ചയിച്ച വിവാഹം മുടക്കണമെന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാ ജാതകം മാറ്റി എഴുതിച്ചത്. ഒരു തെറ്റ് പറ്റിപ്പോയി. മനുഷ്യരല്ലേ, ആർക്കാ തെറ്റ് പറ്റാത്തത്? അതുകൊണ്ടൊരു ക്ഷമ പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ. അത്രേ ഉള്ളൂ. എടോ ചാന്തപ്പ, എത്ര വർഷമായി തന്നെ ഞാൻ കാണുന്നു. അന്നും ഇന്നും തനിക്ക് ഒരു മാറ്റവും ഇല്ല. ആ നിന്നെ ഞാനും എന്റെ കുടുംബവും വിശ്വസിക്കില്ല. എടി, നാണം ഉണ്ടോ നിനക്ക് ഇവനെയും കൂട്ടി ഈ വീട്ടിന്റെ മുറ്റത്തേക്ക് കയറി വരാൻ? അതങ്ങനെ ആട്ടിപ്പാய்ച്ചാലും കയറി കയറി വരുമല്ലോ. അയ്യോ, അതെങ്ങനാ? മതില് ചാടിയും ചാടിപ്പിച്ചല്ലേ ശീലമുള്ളൂ അല്ലേ? അതെ, ഞങ്ങള് നാണമില്ലാതെ തന്നെ ഇങ്ങ് വന്നതാ. അപ്പൊ തോന്നിയൊരു വാശിക്ക് ചെയ്തത് തെറ്റായി പോയി. മനുഷ്യനല്ലേ, ക്ഷമിച്ചേക്കേന്നൊന്ന് പറയാൻ വേണ്ടി വന്നതാ. അതെ, നീയും നിന്റെ ക്ഷമയൊക്കെ അങ്ങ് ഞാറ് കണ്ടെത്തി കൊണ്ട് വെച്ചാ മതി. അത് ഇവിടെ മുളപ്പിക്കണ്ട.
എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര വൃത്തികെട്ടവനാണെങ്കിലും ഇപ്പൊ അവർ നിൽക്കുന്ന നമ്മുടെ മുറ്റത്താണ്. ഒന്നും പറയണ്ട. ആ അത് മര്യാദ. പിന്നെ ഇതേ ചാരുവിന്റെ അരവിന്ദന്റെ കല്യാണത്തിന് ഞങ്ങൾ കുറിച്ച തീയതിയാ വരുന്ന തിങ്കൾ 3. നല്ല ദിവസമാ, നല്ല മുഹൂർത്തമുണ്ട്. ശാന്തപ്പ, ചാരു എന്റെ പെങ്ങളുടെ മകളാ, അരവിന്ദ് എന്റെ മകനും. ചാരുമൊക്കെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അവളുടെ അച്ഛന്റെ സ്ഥാനത്തെ ഞാനുണ്ട്. അതുകൊണ്ട് നീ കുറിച്ചുകൊണ്ടുവരുന്ന തീയതി വേണ്ട ശാന്തപ്പ. ഞാൻ തീരുമാനിച്ചോളാം തീയതി മുഹൂർത്തമൊക്കെ. എനിക്ക് തന്നെ പണ്ടേ വിശ്വാസമില്ലടോ. ആ വിശ്വാസം പണ്ടുമില്ല ഇപ്പോഴും. ആ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു തന്തേ തള്ളേ? ഒരു ജാതക എഴുത്തുകാർ വന്നേക്കുന്നു. ഇനി വല്ലതും പറയാനുണ്ടോ? അല്ല വല്ല ചായയോ കായോ അല്ല അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വേണ്ട സദ്യ ഒരുക്കാൻ കേട്ടോ. വേണോ? വേണ്ട. കുഞ്ഞോളെ പാടി പാടി ഇങ്ങോട്ട് വരാൻ. ഇങ്ങനൊരു നാണം കെട്ട രണ്ടെണ്ണം ഈ ഭൂലോകത്ത് വേറെ ഉണ്ടാവില്ല. ദേ മനുഷ്യ, ഈ കല്യാണം നടക്കാതിരിക്കാനായിട്ടുള്ള ഒരു വഴിയും ഇപ്പൊ നമ്മുടെ മുമ്പിലില്ല. എടി കുഞ്ഞോളെ, ഈ ശാന്തപ്പം വീണ്ടും ജയിലിലേക്ക് കയറേണ്ടി വന്നാലും ശരി തന്നെ, അവള് മരുമോളായിട്ട് ഈ വീട്ടിലോട്ട് കേറത്തില്ല. കേറും. നിന്റെ മോളെ ഈ വീട്ടിൽ മരുമോളായിട്ട് വരും. വന്നല്ല വാലാട്ടി. വാലാട്ടി കല്യാണം നടത്തിക്കാൻ വന്നതാ. എടാ, നീ ബാലമാഷിന്റെ പാദസേവ ചെയ്യോ, ആനപ്പുറത്ത് കയറിയോ, കുതിരപ്പുറത്ത് കയറിയോ ഈ വീട്ടിൽ താമസിക്കുക ചെയ്യും. പക്ഷെ എന്റെ നെഞ്ചത്തോട്ട് കയറരുത്. ഞാൻ ആനപ്പുറത്തോ കുതിരപ്പുറത്തോ ഫ്ലൈറ്റിലോ പോകും. അതിന് നിന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ടടാ. എടാ, ഇത് നിന്റെ കുഴപ്പമല്ല. ഇതേ പിതൃദോഷം എന്ന് പറയും. ജന്മനാ കിട്ടിയ അത് നിനക്കുണ്ട്. നമ്മളെ കാണുമ്പോ അതിടക്കേക്കും കൂടും. നീ പാടി കൊള്ളാം. മറുപടി പറയാൻ നിൽക്കുന്നു. അല്ല പിന്നെ ഒരു ക്ലാപ്പൻ ഭർത്താവും പറ്റിയൊരു ഭാര്യയും. പിന്നെ കല്യാണത്തിന് വിളിക്കുമ്പോഴേ സൗകര്യം വരണം. ഞണ്ണിട്ട് പോവാം കേട്ടാ. ഞാൻ വരുന്നില്ല. നീ ഉണ്ടല്ലോ, നീ അങ്ങ് ഞണ്ണിക്കോ. ബാബുക്കുട്ട വിളിക്കുന്നില്ല. ആ ബാബുക്കുട്ട. ചിറ്റപ്പാ, പോയ കാര്യം എന്തുവായി? ചീറ്റി പോയടാ ബാബുക്കുട്ട. എനിക്കറിയായിരുന്നപ്പോഴേ അതങ്ങനെ നടക്കത്തുള്ളൂ. അപ്പൊ നീ ചിറ്റപ്പൻ നാരക്കോട്ടയെന്ന് എഴുതി പറഞ്ഞു വിട്ടതാ അല്ലേ? അല്ല ചിറ്റപ്പാ, ഞാനേ ചെറിയൊരു മൂവ്മെന്റ് നടത്തി നോക്കിയതാ. നമ്മുടെ ബാലമാഷിന്റെ മനസ്സിലിരിപ്പോന്നറിയാൻ. ചിലപ്പോഴേ അയാൾ എടുത്തിയാടി കല്യാണം നടത്തിക്കളയും. അതിപ്പോ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടായാലും. ഞാൻ അതിനൊരു തടയിടാൻ പറ്റുമോ നോക്കിയതാ. ചിറ്റപ്പാ, ബാബുക്കുട്ടനൊരു ഇച്ചിരി സമയം കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. എന്താ അവന് തടയിടാൻ നോക്കിയതാന്ന്. ഇപ്പൊ അങ്ങേരിയെന്ന് മൊത്തം എനിക്ക് കിട്ടിയേനെ. റമ്പി, ഈ മാസം അടക്കം 4 മാസത്തെ അടവാണ് പെൻഡിങ്. അന്നമ്മയുടെക്ക് അടവെടുക്കരുത്. അന്നമ്മയുടെ പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ താനിപ്പോ റോഡിൽ കിടന്ന് ഉരുണ്ടാനെ. ഞാനതിപ്പോ ചെയ്യുന്നില്ല. 1 മാസം കൂടെ സമയം തരും. ഇല്ലെങ്കിൽ ചേച്ചി നാണം കെടുത്തരുത്. അടുത്ത മാസം 12-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ പൈസ മുഴുവൻ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. കുറെ നാളായല്ലോ ഈ 12 എന്നുള്ള ദിവസം പറയുന്നത്. ഇനി കൂടുതൽ വിളവെടുക്കല്ലേ അന്നമ്മേടിക്ക കേട്ടോ. ഇല്ല.